ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു SCERT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് 8 അല്ലേ 8ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 3 സോഷ്യൽ പാർട്ട് ഫസ്റ്റ് പാർട്ട് വരുന്ന ചാപ്റ്റർ 3 ആണ് നോക്കുന്നത്. ഓക്കെ, പാഠത്തിൻ്റെ പേര് ഇതാണ്, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. അല്ലേ, നമുക്കറിയാം എന്തുമായിട്ട് ഇപ്പോൾ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, ഒരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ആദ്യം 2 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നോക്കാം, ഇവിടെ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഈ പിക്ചർ കാണുന്നുണ്ടല്ലോ. ഇവിടെ അച്ചുതണ്ടിൻ്റെ ചരിവ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോർമൽ ലൈനിൽ നിന്നും 23.5 ഡിഗ്രി ചരിവ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 23.5 ഡിഗ്രി അല്ലേ അച്ചുതണ്ടിൻ്റെ ചരിവ്. പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് ഭാഗവും ഇത് ഭ്രമണദിശയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് ചോദിച്ചാൽ അതൊന്നും കൂടി വ്യക്തമാക്കാം. 23.5 ഡിഗ്രിയാണ്. അതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഭൂമിയുടെ ഭ്രമണദിശ അല്ലെ, ഭ്രമണദിശയാണ് ചോദിച്ചിരിക്കുന്നത്. അത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LGS ലെവലിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഭൂമിയുടെ ഭ്രമണദിശ ഏതാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്നത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതുപോലെ അച്ചുതണ്ടിൻ്റെ ചരിവ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. എത്രയാണ്? 23.5 ഡിഗ്രി. 23.5 ഡിഗ്രിയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രി. അതിൻ്റെ ഒരു പിക്ചർ കുറച്ചും കൂടി നമുക്ക് വ്യക്തമാക്കുന്നു. 23.5 ഡിഗ്രി. ഓക്കെ ആണല്ലോ. നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. എവിടെ നിന്നാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. പടിഞ്ഞാറ് എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്, കിഴക്കെന്ന് പറയുന്നത് ഈസ്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് പറയുകയാണ്, അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം നമ്മൾ പറയുന്നുണ്ട് സൂര്യൻ കിഴക്കുതിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അപ്പം ഇതിൻ്റെ റീസൺ എന്താണ്? ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ടാണ് നമുക്ക് എന്തനുഭവപ്പെടുന്നത്? സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും. അടുത്തൊരു ചോദ്യം ഇവിടെ ചോദിക്കാം. ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന 2 പ്രക്രിയ എന്തൊക്കെയാണ്, ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിലൊന്ന് ദിനരാത്രങ്ങളാണ്, മറ്റൊന്ന് കോറിയോലിസ് പ്രഭാവമാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഭ്രമണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന 2 മാറ്റങ്ങളാണ് ദിനരാത്രങ്ങൾ. എന്താണ് ദിനരാത്രങ്ങൾ? ഡേയ്സും രാത്രിയും പകലും വരുന്ന അവസ്ഥയും പിന്നെ കോറിയോലിസ് പ്രഭാവവും. ഇത് രണ്ടും എന്തിൻ്റെ ഇതായിട്ടാണ്? ഭ്രമണം അഥവാ റൊട്ടേഷന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ഓർത്തു വെക്കുക, ചോദിക്കാം. അപ്പം എന്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ്? ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും. ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാം ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ്. ഇനിയും അല്ല, ഭ്രമണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനമാണ് ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞ 3 പോയിന്റുകളാണ്. ഭൂമിയുടെ ഭ്രമണദിശ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെന്ന് ഓർത്തു വെക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് അനുഭവപ്പെടുന്നു? നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നുള്ളത് നമുക്ക് അനുഭവപ്പെടുന്നു. പിന്നെ പറഞ്ഞത് ഭ്രമണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും. ഈ ഭ്രമണം എന്ന് പറയുന്നത് റൊട്ടേഷനാണ്. ഇനി ഇവിടെ നോക്കാം, ശുക്രൻ, യുറാനസ്. എന്താണ് ഇവരുടെ പ്രത്യേകത? എക്സ്ട്രാ ഇൻഫോർമേഷൻ ആണ്. സൗരയുധത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അപ്പം നമ്മുടെ ഭൂമിയുടേത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അല്ലേ, നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം അതിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ശുക്രനും യുറാനസുമാണ്. ഇവർ 2 ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുന്നത് എങ്കിൽ, ഭ്രമണദിശ അതാണെങ്കിൽ ശുക്രന്റെയും യുറാനസിന്റെയും ഭ്രമണദിശ എന്ന് പറയുന്നത് കിഴക്ക് മുതൽ പടിഞ്ഞാറോട്ടാണ്. കിഴക്ക് മുതൽ പടിഞ്ഞാറോട്ടാണ്. അപ്പം നമ്മളിവിടെ പഠിച്ച കോൺസെപ്റ്റ്
ശുക്രൻ എന്ന് പറയുന്നത് എന്താണടാ? വീനസ്. അതുപോലെ തന്നെ യുറാനസ് യു വി ഓർത്ത് വെച്ചാൽ മതി. ഇവരുടെ രണ്ടുപേരുടെയും ഭ്രമണദിശ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ഭൂമി ഉൾപ്പെടുന്ന മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും, വീനസും യുറാനസും ഒഴിച്ചുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും, ഇതുവരെ നിലവിൽ കണ്ടെത്തിയിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണദിശ എന്ന് പറയുന്നത് ഏതാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെന്നത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, ഓർത്തു വയ്ക്കുക. ഇനി ദിനരാത്രങ്ങളാണ്. നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നുണ്ട് അല്ലേ? നോക്കാം. ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് റൗണ്ട് ഫിഗർ ആക്കിയാൽ 24 മണിക്കൂറാണ്. അപ്പൊ ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂർ. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഓർത്തു വെക്കുക, 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ വരുന്നത്. നമുക്ക് റൗണ്ട് ഫിഗർ ആയിട്ട് ചോദിക്കുന്നുവെങ്കിൽ നമുക്ക് 24 മണിക്കൂർ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് നമുക്കറിയാം ആരിൽ നിന്നുമാണ്? സൂര്യനിൽ നിന്നുമാണ് അല്ലേ? ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. നമുക്കതും അറിയാം. ഇവിടെ സൂര്യനാണ് അല്ലെ, ഇത് ഭൂമിയാണ്. ഓക്കെ, ഇനി ഭൂമി ഈ ഭാഗത്ത് നമുക്കറിയാം എന്താണ്? പകലാണ് അല്ലെ? ഇവിടെ പകലാണ്. ഈ ഭാഗത്താണെങ്കിലോ രാത്രിയാണ്. മൂവ്മെന്റ് അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും ആ ഭ്രമണത്തിനനുസരിച്ച്. അപ്പം നമുക്ക് വെളിച്ചം കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഭാഗത്ത് രാത്രിയുമായിരിക്കും നമുക്കറിയാം. ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം. അപ്പൊ നമ്മുടെ ചോദ്യം വരുന്നത് അവിടെയാണ്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞത്? എന്താണ് പ്രകാശവൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ? നമുക്കിവിടെ പോയിന്റ് ഇതാണ്. സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ അഥവാ പ്രകാശവൃത്തം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? നമുക്കറിയാം ഭൂമിക്ക് അഭിമുഖം, അതായത് സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് പകലും അതിൻ്റെ എതിർദിശയിൽ രാത്രിയുമാണ്. അങ്ങനെ ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയെ നമ്മൾ പ്രകാശവൃത്തം. അപ്പൊ സാങ്കല്പിക രേഖയാണ്, ഓർത്തോളുക. അപ്പൊ എന്താണ്? ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം. ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ താഴെ പറയുന്നതേയില്ല ഏതാണ്? ചോദ്യം വരാം. ഉത്തരം പ്രകാശവൃത്തമാണ്, സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടുന്ന് 2 പോയിന്റുകളാണ് ഇമ്പോർട്ടന്റ്. ഒന്ന്, റൗണ്ട് ഫിഗർ ആണെങ്കിൽ 24 മണിക്കൂർ, അല്ല നിങ്ങൾ ആപ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണ് ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ് പ്രകാശവൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ അല്ലെ? എന്താണത്? ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം. ക്ലിയർ അല്ലേ? അടുത്തത്, അച്ചുതണ്ടിന്റെ പ്രകാശവൃത്തവും സമാന്തരമല്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു പിക്ചറാണിത്. നോക്കടാ, ഇവിടെ ഇതാണ് അച്ചുതണ്ടിന്റെ പ്രകാശവൃത്തം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭൂമിയുടെ ഇത്രയും ഭാഗത്ത് അല്ലെ, സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഭാഗത്ത് രാത്രിയാണ്. അച്ചുതണ്ട് കൊടുത്തിട്ടുണ്ട്, പ്രകാശവൃത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. വ്യക്തമല്ലേ? ആണ്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കോറിയോലിസ് പ്രഭാവം അഥവാ കോറിയോലിസ് എഫക്റ്റ് എന്താണ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. എന്താണ് കോറിയോലിസ് പ്രഭാവം അഥവാ എന്താണ് കോറിയോലിസ് എഫക്റ്റ്? നോക്കാം. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഓക്കെ, ഇപ്പൊ എന്താണ് പറഞ്ഞത്? ഭ്രമണം മൂലം ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക്, ഭൗമം ഉപരിതലം സർഫസിൽ സ്വതന്ത്രമായി ചലിക്കുന്ന പല വസ്തുക്കളുണ്ട്, അവർക്ക് എന്ത് സംഭവിക്കുന്നു? അവർക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഓക്കെ, ഇതിന് കാരണമായ ബലത്തെയാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് കോറിയോലിസ് ബലം. എന്താണ് കോറിയോലിസ് ബലം?
ഭൂമിയുടെ ഭ്രമണം കൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന പല വസ്തുക്കൾക്കും എന്ത് ചെയ്യുന്നു? വ്യതിയാനം സംഭവിക്കുന്നു. ഈ വ്യതിയാനത്തിന് കാരണമാകുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെ, ഒരു ബലമുണ്ട്. ആ ബലത്തെ നമ്മൾ എന്ത് പറയുന്നു? കോറിയോലിസ് ബലം എന്ന് പറയുന്നു. ഓക്കെ, എന്നിട്ട് ഈ ദിശാ വ്യതിയാനത്തെ കോറിയോലിസ് പ്രഭാവം, ഈ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതിനെ എന്ത് പറയുന്നു? അതിനെ കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നു, കോറിയോലിസ് എഫക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് കോറിയോലിസ് പ്രഭാവം എന്ന്. അതായത് നമുക്കറിയാം ഭൂമിയുടെ കാറ്റ് അല്ലെ, കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കാം. സ്വതന്ത്രമായി ഭൗമോപരിതലത്തിൽ മൂവ്മെന്റ് ഉള്ള സാധനമാണ് കാറ്റ്. അപ്പൊ കാറ്റിന് നടക്കൂലേ? അപ്പൊ അതിനുള്ള റീസൺ എന്താണ്? അതാണ് അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് കോറിയോലിസ് ഫോഴ്സ് ആണ്. എന്നാൽ അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന എഫക്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് കോറിയോലിസ് പ്രഭാവം അഥവാ കോറിയോലിസ് എഫക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. അപ്പൊ നമുക്കിവിടെ 2 പോയിന്റ് ഉണ്ട്. എന്താണ് കോറിയോലിസ് പ്രഭാവത്തിന്റെ എഫക്റ്റ് എവിടെയാണ് സംഭവിക്കുന്നത്? സമുദ്രജല പ്രവാഹങ്ങൾക്കും അതുപോലെ തന്നെ കാറ്റിനും എന്ത് സംഭവിക്കുന്നു? സഞ്ചാരദിശ, അവരുടെ മൂവ്മെന്റ് ഉത്തരാർദ്ധഗോളം എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വലതുവശത്തേക്കും, ഓർത്തു വയ്ക്കുക, നോർത്തിൽ വലതുവശത്തേക്കും റൈറ്റ് സൈഡിലേക്കും സൗത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു. പോയിന്റാണ്, ഇങ്ങനെ ചോദിക്കാം. കോറിയോലിസ് പ്രഭാവത്തിന്റെ ഫലത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാര ദിശയ്ക്കുണ്ടാകുന്ന മാറ്റം താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. ഓർക്കാം, ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ അത് വലതുവശത്തേക്കും, ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ അത് ഇടതുവശത്തേക്കുമാണ് വ്യതിചലിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി അഡ്മിറൽ ഫെറൽ ആണ് ഇത് കണ്ടെത്തിയത്. ഇങ്ങനെ ചോദിക്കാം, ഈ ഒരു പ്രോസസ് കോറിയോലിസ് പ്രഭാവത്തിന്റെ ഫലമായി സമുദ്രജലങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് അല്ലെങ്കിൽ എന്ന് കണ്ടെത്തിയ വ്യക്തിത്വമാണ് ആര് എന്ന് ചോദിച്ചാൽ അത് അഡ്മിറൽ ഫെറൽ. ഓക്കെ, ഇതിനെ അതുകൊണ്ട് തന്നെ ഫെറൽ നിയമം അഥവാ ഫെറൽസ് ലാ എന്നും പറയുന്നുണ്ട്. ഫെറൽസ് നിയമം അഥവാ ഫെറൽസ് ലാ എന്നും പറയുന്നുണ്ട്. അപ്പം ഈ ഭാഗത്ത് നിന്ന് നമ്മൾ 4 പോയിന്റ് ആണ് നോക്കുന്നത്. ഏതൊക്കെയാണ് 4 പോയിന്റ്? ജസ്റ്റ് നോക്കാമല്ല. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിന് കാരണമായ ബലത്തെ നമ്മൾ പറയുന്നു കോറിയോലിസ് ബലം അല്ലെ. ഇതിന് കാരണമായ ബലത്തെ എന്ത് പറയുന്നു? കോറിയോലിസ് ബലം. അതിന്റെ പ്രഭാവത്തെ എന്ത് പറയുന്നു? കോറിയോലിസ് പ്രഭാവം. അപ്പൊ 2 പോയിന്റുകൾ ഇവിടെ പറഞ്ഞല്ലോ. പിന്നെ പറഞ്ഞു കോറിയോലിസ് പ്രഭാവത്തിന്റെ ഫലമായി എന്തിലൊക്കെയാണ്? സമുദ്രജല പ്രവാഹങ്ങൾക്കും കാറ്റുകളുടെയും സഞ്ചാര ദിശയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തില് വശത്തേക്കുമാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. വ്യതിചലിക്കുന്നു എന്നത് ഓർത്തു വെക്കുക. ഇത് കണ്ടെത്തിയ വ്യക്തിത്വത്തിന്റെ പേരാണ് അഡ്മിറൽ ഫെറൽ. ആരാണ് ഇത് കണ്ടെത്തിയത്? അഡ്മിറൽ ഫെറൽ ആണ് ഇത് കണ്ടെത്തിയത്. അഡ്മിറൽ ഫെറൽ. ഓക്കെ, ഇതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എന്താണ് മെമ്മറൈസ് ചെയ്തുകൊണ്ട് ഫെറൽ നിയമം അഥവാ ഫെറൽസ് ലാ എന്നതിന് പേര് നൽകിയിട്ടുണ്ട്. അപ്പൊ ക്ലിയർ അല്ലേ? അടുത്തത് 2 ചോദ്യങ്ങളാണ്. സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഫാക്ട് നമുക്കറിയാം. ഇതിന് കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. എന്തുകൊണ്ടാണ്? വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് അങ്ങനെ ഫീൽ അനുഭവപ്പെടുന്നത്. രണ്ടാമത്തത്, ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. അപ്പം 2 അർദ്ധഗോളങ്ങൾ എന്ന് പറയുന്നത് മോളും സൗത്തും നോർത്തും. അപ്പൊ ഇതിനുള്ള കാരണം എന്താണ്? ഇതാണ് കോറിയോലിസ് പ്രഭാവം. ഇപ്പൊ നമ്മൾ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും ഇത് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഉത്തരാർദ്ധഗോളത്തിൽ അല്ലെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റ് സൈഡിലേക്കും വലതുവശത്തേക്കും അല്ലെങ്കിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ലെഫ്റ്റ് സൈഡ് അഥവാ ഇടതുവശത്തേക്കുമാണ് ആ കാറ്റിന്റെ ഒരു സഞ്ചാര ദിശ വരുന്നത്. അതിനുള്ള കാരണം എന്താണ്? അത് കോറിയോലിസ് പ്രഭാവമാണ്. എക്സ്പ്ലെയിൻ ചെയ്തത് ഫെറൽ ആണ്. അപ്പോ ഇനി ഭൂമി ഭ്രമണം
ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. റൊട്ടേഷൻ എന്നൊരു പ്രോസസ്സ് ഭൂമിക്ക് നടക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെ, ദിനരാത്രങ്ങൾ മാറി വരുന്നില്ല. ഇപ്പം റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കില്ല? ദിനരാത്രങ്ങൾ മാറി വരില്ല. വരോ? ഇല്ല, അല്ലെ. നമ്മൾ പറഞ്ഞു അഭിമുഖമായിട്ട് ഭൂമി റൊട്ടേഷൻ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് പകലും രാത്രിയും എന്ന പ്രോസസ്സ്. അപ്പം അത് ഉണ്ടാകില്ല. അതുപോലെ ഭൂമിയുടെ ഒരു ഭാഗത്ത് സ്ഥിരമായി പകലും മറുഭാഗത്ത് സ്ഥിരമായി രാത്രിയും അനുഭവപ്പെടുന്നു. നോക്കടാ, ഇവിടെ സണ്ണുണ്ട്, ഇവിടെ എർത്ത് ഉണ്ടെന്ന് വിചാരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് ഒരു മാറ്റവും വരുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഭാഗം എന്ത് തന്നെയായിരിക്കും? എപ്പോഴും ഈ ഭാഗത്ത് പകലും ഈ ഭാഗത്ത് രാത്രിയുമായിരിക്കും, അല്ലെ. പിന്നെന്ത് പറ്റൂല? സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും ഉയർന്ന താപനില, കണ്ടിന്യൂസ് ആയിട്ട് സൂര്യന്റെ വെളിച്ചവും ചൂടും അനുഭവപ്പെട്ടുകൊണ്ട് ഈ ഭാഗം ഭയങ്കരമായിട്ട് താപനില ഉയരും. അതുപോലെ തന്നെ മറുഭാഗത്ത് ഇവിടെ എന്താണ്? സൂര്യന്റെ ഒരു പ്രസൻസും ഇല്ലാത്തത് കൊണ്ട് അവിടെ താപനില വളരെ കുറയുകയും ചെയ്യും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ ഇൻ കേസ് ഭ്രമണം ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ഭൂമി ഭ്രമണം എന്ന സംഭവം ചെയ്യുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന എഫക്റ്റുകളെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞതാണ് ഇവിടെ. അടുത്തത് ഭൂമിയുടെ ഒരു പ്രധാന ചലനമാണ് ഭ്രമണം. അപ്പൊ ഭ്രമണത്തിന്റെ പോസിറ്റീവ് മെറിറ്റ്സ് അല്ലെങ്കിൽ ഭ്രമണം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഭ്രമണത്തിന്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ ഒരു പ്രധാന ചലനമാണ് ഭ്രമണം, അല്ലെ. ഭ്രമണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ദിനരാത്രങ്ങളും കോറിയോലസ് പ്രഭാവവുമാണ്. പിന്നെന്ത് പറഞ്ഞു? ഭ്രമണത്തിന്റെ ഫലമായി സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. അപ്പം എന്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത്? സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന്. അത് റൊട്ടേഷന്റെ ഭാഗം, ഭ്രമണത്തിന്റെ ഫലമായിയാണ്. പിന്നെന്ത് പറയുന്നു? കോറിയോലിസ് പ്രഭാവത്തിന്റെ ഫലമായി ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. നമ്മൾ പറഞ്ഞു, അല്ലേ. അതായത് ഉത്തരാർദ്ധഗോളം ആയിക്കോട്ടെ ദക്ഷിണാർദ്ധഗോളം ആയിക്കോട്ടെ, അവിടെ സ്വതന്ത്രമായി ചലിക്കുന്നവയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഇതിന് കാരണം കോറിയോലിസ് ഫോഴ്സ് ആണ്. ആ പ്രഭാവത്തെ നമ്മൾ കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നു. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ഫെറലാണ്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. കൂടുതൽ വായന താല്പര്യമുള്ളവർക്ക് ഫ്രാങ്ക് മോഡേൺ സർട്ടിഫിക്കറ്റ് ജിയോഗ്രഫി ഇൻട്രൊഡ്യൂസിങ് ഫിസിക്കൽ ജിയോഗ്രഫി എലൻ സ്ട്രാലറിന്റെ ഈ പുസ്തകം വായിക്കാം, കൂടുതൽ അറിവ് നേടാം. ഇനി നമ്മൾ പറയുന്നത് പരിക്രമണമാണ്. ഭൂമിയുടെ രണ്ട് ചലനങ്ങളാണ്. ഒന്ന് ഭ്രമണം റൊട്ടേഷൻ, രണ്ടാമത്തത് പരിക്രമണം റെവല്യൂഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് പരിക്രമണം നോക്കാം. ഇവിടെ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെ. നടുക്ക് സൂര്യനുണ്ട്, ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഭൂമിയുടെ പൊസിഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഭൂമി മൂവ് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണാം അല്ലെ. ഇവിടെ എന്താണ് ഭൂമി? ഇവിടെ വന്നപ്പോൾ ഇത് ശൈത്യ അയനാന്ത ദിനം ഡിസംബർ 22 എവിടെയാണ്? ഇങ്ങനെയാണ് നിൽക്കുന്നത്. വസന്ത വിശ്വം മാർച്ച് 21 ഭൂമിയുടെ ഒരു പൊസിഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഗ്രീഷ്മ അയനാന്ത ദിനം ജൂൺ 21 ഭൂമിയുടെ പൊസിഷൻ കാണിക്കുന്നു. ഇവിടെ നോക്കൂ, ശരത് വിശ്വം സെപ്റ്റംബർ 23 ഭൂമിയുടെ പൊസിഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഭൂമി പരിക്രമണം ചെയ്യുന്നു. എന്താണ് പരിക്രമണം? അതാണ് റെവല്യൂഷൻ, അല്ലെ. നോക്കാം. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെ പരിക്രമണം എന്ന് പറയുന്നു. എന്താണ് പരിക്രമണം? ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ പറയുന്നു പരിക്രമണം. എന്തിനെ പറയുന്നു? ഇതിനെ നമ്മൾ പറയുന്നു പരിക്രമണം. ഭൂമി സൂര്യന് ചുറ്റും മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് പരിക്രമണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ആണ് 365 ദിവസങ്ങളാണ്. എത്രയാണ് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത്? 365 ദിവസങ്ങളാണ്. പ്രായോഗിക സൗകര്യത്തിനായി ഇതിൽ 365 ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കുന്നു. അപ്പൊ നമുക്ക് 365 എന്ന് പറഞ്ഞൊരു വർഷത്തെ കണക്ക് കൂട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ 365 ഇത് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും?
എന്നിട്ട് നോക്കടാ, ഓരോ വർഷവും അധികമായി വരുന്ന കാൽ അല്ലേ, യഥാർത്ഥത്തിൽ 365 കാലാണ്. ഈ കാലുണ്ടല്ലോ, ഇത് 4 വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത്, അതായത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസങ്ങളുമായി കണക്കാക്കും. ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമായി കണക്കാക്കുന്നു. ഇപ്രകാരം 366 ദിവസങ്ങളുള്ള വർഷത്തെ അതിവർഷം അഥവാ ലീപ്പ് ഇയർ എന്ന് പറയുന്നു. അതിവർഷം അഥവാ ലീപ്പ് ഇയർ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടെ പറഞ്ഞ പോയിന്റുകൾ മാത്രം നോക്കാം. എന്താണ് പരിക്രമണം എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി 365 ആണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് 365 ദിവസങ്ങൾ എടുത്തിട്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്, സൂര്യനെ പരിക്രമണം ചെയ്യുന്നത്. ഇത് നമുക്കറിയാവുന്ന ഫാക്റ്റാണ്. യഥാർത്ഥത്തിൽ അത് 365 കാലുണ്ട്. ഈ കാല് നാല് പ്രാവശ്യം ഈ കാൽ 1/4 കൂട്ടുമ്പോൾ, 4 വർഷം കൂട്ടുമ്പോൾ അതിന് നമ്മൾ നമ്മുടെ ഫെബ്രുവരി മന്തിൽ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 29 ദിവസമാവും. അങ്ങനെ 29 ദിവസമുള്ള ഫെബ്രുവരി മാസമുള്ള വർഷങ്ങളെ നമ്മൾ അതിവർഷം അഥവാ ലീപ്പ് ഇയർ എന്ന് പറയും. ഇത് 4 വർഷത്തിൽ ഒരിക്കലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കുക. നോക്കടാ, 2025 കടന്നുപോയി. 365 കാൽ ദിവസം ഉണ്ടായിരുന്നു. 26-ലും കാൽ ദിവസം, അതുപോലെ 300. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 4 ഇതും കൂടെ കൂട്ടി 2028 ആവുമ്പം അതൊരു ലീപ്പ് ഇയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കാര്യം എന്താണ്, 2028 ഫെബ്രുവരിക്ക് എത്ര ദിവസമുണ്ട്, 29 ദിവസം വരും. കാര്യം ഈ 4 കൂടെ കൂട്ടുമ്പോൾ നമ്മളിതിനെ ഒന്നാക്കിയിട്ട് ലീപ്പ് ഇയറിൽ എത്ര ദിവസങ്ങളുണ്ട്, ലീപ്പ് ഇയറിൽ ആ ഫെബ്രുവരിക്ക് 29 ദിവസം ഉള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ 366 ദിവസം വരും എന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കുക. അടുത്തത് സൗരസമീപകം അഥവാ പെരിഹീലിയോണും സൂര്യോച്ചം അഥവാ അപ്ഹീലിയോണുമാണ് പറയാൻ പോകുന്നത്. അപ്പം ഇത് നിങ്ങൾക്കറിയാം, പരീക്ഷയ്ക്ക് ഒരുപാട് PYQ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം നിങ്ങൾക്കൊരു പിക്ചർ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒന്ന് നോക്കടാ, ഈ പിക്ചറിലേക്ക് നോക്കിയാൽ ഇവിടെ നോക്കടാ, ഇത് സണ്ണാണ് അല്ലേ. ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ദൂരവും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം ഈ പിക്ചറിൽ കാണുമ്പോൾ നമുക്കറിയാം വ്യത്യാസം ഉണ്ടല്ലേ. അതിന് താഴെ എഴുതിയിട്ടുണ്ട് 147 ദശലക്ഷം കിലോമീറ്റർ എന്ന്. ഇവിടെ നോക്കൂ, 152 ദശലക്ഷം കിലോമീറ്റർ. അപ്പം ഇവിടത്തതിനേക്കാളും ഏകദേശം 5 ഇപ്പുറത്ത് കൂടുതലാണ്. അപ്പം ഈ സൂര്യൻ്റെ അടുത്താണ് ഇവിടെ അല്ലെ, കുറച്ചും കൂടി അടുത്താണ് ഈ ഭാഗം. ഇത് കുറച്ചും കൂടി ദൂരമുണ്ട്. അപ്പം ജനുവരി സൗരസമീപകം എന്ന് എഴുതിയിട്ടുണ്ട്, ജൂലൈ സൂര്യോച്ചം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പിക്ചറിൽ കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? നമുക്ക് മനസ്സിലായി ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന സമയമുണ്ട്, സൂര്യനോട് നിന്ന് കുറച്ച് ദൂരം നീങ്ങി മാറുന്ന സമയമുണ്ട്. ആ അടുത്ത് വരുന്ന സമയത്ത് ഏകദേശം ജനുവരി മാസത്തിലാണെന്നും ദൂരെ പോകുന്നത് ജൂലൈ മാസത്തിലാണെന്നും മനസ്സിലാക്കി. പിന്നെ നമുക്ക് മനസ്സിലാക്കിയത് അടുത്ത് വരുന്ന സമയത്ത് 147 ദശലക്ഷം കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്, ദൂരെ പോകുമ്പോൾ 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് നോക്കാം. ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരും. അപ്പം ഭൂമിയുടെ സഞ്ചാരപഥം എന്താണെന്ന് ചോദിക്കാം. ഇവിടെ ദീർഘവൃത്താകൃതിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസമുണ്ട്. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതിനെ നമ്മൾ പിക്ചറിൽ കണ്ടു അല്ലേ. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതിനെ, ദാറ്റ് ഇസ് 147 ദശലക്ഷം കിലോമീറ്റർ സൗരസമീപകം എന്ന് പറയുന്നു. എന്താണ് സൗരസമീപകം? പെരിഹീലിയോൺ. അപ്പം പെരിഹീലിയോൺ അല്ലേ. അപ്പം പെരിഹീലിയോൺ സൗരസമീപകം 147 ദശലക്ഷം കിലോമീറ്റർ. ഭൂമിയും സൂര്യനും ഡിസ്റ്റൻസ് കുറച്ച് അടുത്ത് വരുന്നു, അതാണ്. അപ്പം ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെരിഹീലിയോൺ അഥവാ സൗരസമീപകം എന്ന് പറയുന്നത്. അപ്പം ഇത് സംഭവിക്കുന്നത് മാസം ഓർത്തു വെക്കുക, ജനുവരി മാസത്തിലാണ്. എക്സാക്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ ജനുവരി 3. അപ്പൊ സൗരസമീപകം ജനുവരി, ജാൻ എന്നൊക്കെ ആലോചിച്ചാൽ മതി. ജാൻ ആയതുകൊണ്ട് കുറച്ച് അടുത്ത് വരുന്നു, ജാൻ. അപ്പൊ ജനുവരി. അപ്പം വർഷത്തിൽ ആദ്യം തന്നെ സൂര്യൻ എന്ത് ചെയ്യുന്നു, ഭൂമിയെ കാണാൻ വരുന്നു എന്നൊക്കെ കോൺസെപ്റ്റിൽ പഠിച്ചാൽ 147 ദശലക്ഷം കിലോമീറ്റർ വരുന്നു. അപ്പൊ അടുത്താണ്. അതിനെ സൂര്യ സമീപകം അഥവാ പെരിഹീലിയോൺ എന്ന് പറയുന്നു. ഇത് ജനുവരി മാസത്തിലാണ് നടക്കുന്നത്. കൃത്യമായിട്ട് എടുത്തു പറഞ്ഞാൽ ജനുവരി 3 നമുക്ക് പറയാം.
സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത് 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. അതെപ്പോഴാണ്? അത് ജൂലൈ മാസത്തിലാണ്. അപ്പൊ രണ്ടും ജെ ആണ്. അടുക്കുന്നതും ജെ ജനുവരിയിലാണ്, ദൂരെ പോകുന്നതും ജൂലൈയിലാണ്. ഓക്കെ, അപ്പം ജാൻ ആയതുകൊണ്ട് അടുത്ത് വരുന്നു. സൂര്യ സമീപകം പെരിഹീലിയോൺ ഏറ്റവും അടുത്ത് വരുന്ന സമയം ജനുവരി മാസമാണ്. എക്സാക്ട് ഡേറ്റ് ജനുവരി 3. ഏറ്റവും ദൂരത്തായി പോകുന്നു അപീലിയോൺ അഥവാ സൂര്യോച്ചം എന്ന് പറയുന്നു. ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്. 152 ദശലക്ഷം കിലോമീറ്റർ ആണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കാം. അപ്പം പൊതുവെ പറഞ്ഞാൽ ജൂലൈ 4 കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ, സൂര്യോച്ചത്തിന്റെ കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ അത് ജൂലൈ 4. ഓക്കെ, A4 അകന്നു പോകുന്നു, അപീലിയോൺ അകന്നു പോകുന്നു, അങ്ങനെ ഓർത്തു വെച്ചാലും വരിക. ഓക്കെ, അപ്പം നമ്മളിവിടെ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനിയും ചോദിക്കാം. അപ്പം നമ്മൾ ഓർത്തു വയ്ക്കാം. ഒന്നുകൂടി നമുക്ക് ഓർത്തു വയ്ക്കാം. നമ്മൾ ഓർത്തു വയ്ക്കുന്നു ജനുവരി 3, ജൂലൈ 4 അല്ലേ? ഇത് അകന്നു പോകുന്നു അപീലിയോൺ, സൂര്യോച്ചം അല്ലേ? ഇത് അടുത്ത് വരുന്നു, ജാൻ ആയതുകൊണ്ട് അടുത്ത് വരുന്നു. ഇതിനെ സൂര്യ സമീപകം പെരിഹീലിയോൺ എന്ന് പറയുന്നു. 147 ദശലക്ഷമാണ്, 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഓക്കെ, ഈ പോയിന്റുകളാണ് നമുക്ക് ഇവിടെ അറിയേണ്ടത്. വേറെ ഒന്നും നമുക്ക് അറിയേണ്ട. സൂര്യ സമീപകം എന്താണെന്ന് മനസ്സിലാക്കണം, സൂര്യോച്ചം എന്താണെന്ന് മനസ്സിലാക്കണം. ആ ഡേറ്റുകൾ ജനുവരി 3 ജൂലൈ 4 ഓർത്തിരിക്കണം. 147 ദശലക്ഷവും 152 ദശലക്ഷവും ഓർത്തിരിക്കണം. പിന്നെ ഈ കോൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ ഉള്ള ഒരു 5-6 പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കും. അടുത്തത് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ അധികമായിട്ട് കേൾക്കാത്തൊരു സംഭവമാണ് പുരസരണം. പുരസരണം എന്താണ്? പുരസരണം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രെസിഷൻ ആണ്. പ്രിസിഷൻ എന്താണ്? പ്രിസിഷൻ നോക്കാം. ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അല്ലേ? എല്ലാവർക്കും ഈ വേർഡ് അത്രയ്ക്ക് ഫെമിലിയർ ആയിരിക്കണമെന്നില്ല. നമുക്ക് ഭൂമിയുടെ ചലനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഭ്രമണത്തെക്കുറിച്ച് അറിയാം, പരിക്രമണത്തിന് ദാറ്റ് ഇസ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ നമുക്കറിയാം. നമുക്ക് ഭൂമിയുടെ മറ്റൊരു ചലനം ദാണ്ടേ എന്ത് കിടക്കുന്നു? പ്രെസിഷൻ അഥവാ പുരസരണം എന്താണെന്ന് നോക്കാം. അച്ചുതണ്ടിന്റെ ഭ്രമണമായ പുരസരണം. അപ്പം മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിന്റെ ഭ്രമണമായ പുരസരണം. അച്ചുതണ്ടിന്റെ ഭ്രമണത്തെയാണ് നമ്മൾ പുരസരണം എന്ന് പറയുന്നത്. ഭൂമി തന്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം 26,000 വർഷം എടുത്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീക്കുന്നത്. നമ്മൾ പറഞ്ഞു 24 മണിക്കൂർ എടുത്തിട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അപ്പൊ പുരസരണം ചെയ്യാൻ എത്ര വേണം? 26,000 വർഷമാണ് വേണ്ടത്. വളരെ സാവധാനത്തിലാണ് ഈ മൂവ്മെന്റ് നടക്കുന്നത്. ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച 3 പോയിന്റുകൾ, ഭൂമിക്ക് ഭ്രമണവും പരിക്രമണത്തോടൊപ്പം തന്നെ മറ്റൊരു ചലനമുണ്ട്. അതിനെ പ്രിസിഷൻ എന്നോ പുരസരണമോ എന്ന് പറയുന്നു. എന്താണ് പുരസരണം എന്ന് പറഞ്ഞാൽ അച്ചുതണ്ടിന്റെ ഭ്രമണത്തെയാണ് നമ്മൾ പുരസരണം എന്ന് പറയുന്നത്. ഭൂമി ഭ്രമണം ചെയ്യാൻ എടുക്കുന്നത് 24 മണിക്കൂറാണ് എങ്കിൽ ഭൂമി പുരസരണം ചെയ്യാൻ എടുക്കുന്നത് 26,000 വർഷമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ ഓർക്കേണ്ടത് വളരെ സാവധാനത്തിലാണ് ഈ മൂവ്മെന്റ് എന്നതും ഓർത്തു വയ്ക്കുക. ഇനി ഇവിടെ നോക്കാം, ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത. അപ്പൊ ഭൂമിയുടെ പരിക്രമണ വേഗത ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? എന്താണ് ഒരു സെക്കൻഡിൽ 1 സെക്കൻഡിൽ ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 30 കിലോമീറ്റർ ആണ്. 30 കിലോമീറ്റർ ആണ് പരിക്രമണ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുന്നു. അപ്പം ഭൂമിയുടെ സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം എവിടെയാണ് വ്യതിയാനം സൃഷ്ടിക്കുന്നത്? ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുന്നു. പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പം ഈ ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സംഭവിക്കുമ്പോൾ അതെന്തിലേക്ക് കാരണമാകുന്നു? എന്തിലേക്ക് നയിക്കുന്നു? പരിക്രമണ വേഗതയിലും വ്യത്യാസം സംഭവിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 2 പോയിന്റ് ഉണ്ട് കേട്ടോ. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഭൂമിയുടെ പരിക്രമണ വേഗത ഓർത്തു വയ്ക്കുക. പിന്നെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ
വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ അതും കൂടി ഓർത്തു വയ്ക്കും. 2 പോയിന്റ് അവിടെ തന്നെ പറയുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ പുരസരണം എന്താണെന്ന് പറഞ്ഞു. പുരസരണം എടുക്കുന്ന ടൈം പീരീഡ് 26,000 വർഷമാണെന്ന് പറഞ്ഞു. വളരെ സാവധാനത്തിലാണെന്ന് പറഞ്ഞു. ഭൂമിയുടെ ഒരു തേർഡ് മൂവ്മെന്റ് എന്ന് തന്നെ, ചലനം എന്ന് തന്നെ നമുക്ക് പറയാം പുരസരണം അഥവാ പ്രസഷൻ. ഓക്കെ അല്ലേ. ഇനി നമ്മൾ പറയുന്നത് അയനം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അയനം. അയനത്തെ പറയുന്നത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്നാണ്. അയനത്തെ പറയുന്നത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 പരിക്രമണ വേളയിലുടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായി കാണാം. സൂര്യന്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെ അയനം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് അയനം എന്നാണ് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് നമുക്കറിയാം 23.5 ഡിഗ്രി. പരിക്രമണ വേളയിലുടനീളം നിലനിർത്തുന്ന ആ 23.5 ഡിഗ്രി ആ ചരിവിനെ അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്, പരിക്രമണം ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായി കാണാം. അപ്പം ഉത്തരദിശ ആയിക്കോട്ടെ ദക്ഷിണ ദിശ ആയിക്കോട്ടെ രണ്ടിടത്തും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആ ഒരു മൂവ്മെന്റിനെയാണ് സൂര്യൻ ഉത്തരായന ദിശയിലും ദക്ഷിണായന ദിശയിലേക്കും മൂവ് ചെയ്യുന്നു. അതായത് സൂര്യൻ ഉത്തരായന ദിശ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും മൂവ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണ്, ആ 23.5 ഡിഗ്രി അച്ചുതണ്ടിന്റെ ചരിവ് അതേപോലെ നിലനിർത്തിയാണ് ഭൂമി പരിക്രമണം ചെയ്യുന്നത്. അത് ഓർത്തു വയ്ക്കുക. അപ്പൊ ആ ഒരു മൂവ്മെന്റിനെ നമ്മൾ എന്ത് പറയുന്നു, അയനം എന്ന് പറയുന്നു. ഓക്കെ. ഇതിനനുസൃതമായി ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടും. അപ്പം അയനം എന്ന ആ ഒരു പ്രൊസീജിയർ, ആ മൂവ്മെന്റ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ എന്ത് ചെയ്യുന്നു, വ്യത്യാസം അനുഭവപ്പെടുന്നു. ദിനരാത്രങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ സൂര്യന്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ നേർമുകളിലെത്തുന്ന ചില പ്രധാന ദിനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പം ആ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഏതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പെരിഹീലിയോൺ അപ്ഹീലിയോൺ പറഞ്ഞപ്പോൾ ജനുവരി 3 അതുപോലെ ജൂലൈ 4 പഠിച്ചില്ലേ. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അയനം എന്ന സ്ഥാനമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം. ഉത്തരായന രേഖ കാണാം. ഇത് ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ. 23.5 തെക്ക് 23.5 വടക്ക് നിങ്ങൾക്ക് ഓർക്കാം. അപ്പം ഇതാണ് സൂര്യൻ. ഇത് തോതടിസ്ഥാനമൊന്നുമല്ല, ആപേക്ഷിക സ്ഥാനം വ്യക്തമാക്കാനുള്ള ഒരു ചിത്രീകരണം മാത്രമാണ്, ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ സൂര്യന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റിനുള്ള കാരണം എന്ത് പറഞ്ഞു, ആ 23.5 ഡിഗ്രി അച്ചുതണ്ടിന്റെ ആ ചരിവിനെ നിലനിർത്തി പരിക്രമണം ചെയ്യുന്നത് കൊണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ സൂര്യന് സ്ഥാനമാറ്റം സംഭവിക്കുന്നു. അപ്പം ഇതിന്റെ ഫലമായിട്ട് അയനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അയനത്തിന്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് അപ്പം നമ്മൾ വിഷുവം എന്താണെന്ന് പറയാം. വിഷുവം നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതേ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്, പിക്ചറാണ്. ഓക്കെ. പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു. ഓക്കെ. അപ്പൊ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമധ്യരേഖ, അതായത് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയിൽ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ലംബമായി സൂര്യരശ്മികൾ എങ്ങനെ പതിക്കും, ലംബമായി പതിക്കുന്നു. നിങ്ങൾക്ക് കാണാം, ഉണ്ടോ, ലംബമായിട്ട് പതിക്കുന്നു. ലംബമായിട്ട് പതിക്കുന്ന ദിനങ്ങൾ ഏതാണ്, മാർച്ച് 21 സെപ്റ്റംബർ 23 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അതാണ് പറയുന്നത്. സൂര്യന്റെ ലംബമായി പതിക്കുന്ന 2 ഡേറ്റുകളാണ് ഇത്. ഏതൊക്കെയാണ്, മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖ അഥവാ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡില് സൂര്യരശ്മികൾ ലംബമായി ആണ് പതിക്കുന്നത്. അപ്പോൾ അങ്ങനെ പതിക്കുന്നത് കൊണ്ട് ഈ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ചോദ്യം, രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്, മാർച്ച് 21 സെപ്റ്റംബർ 23. ഇതിന് കാരണം എന്താണ് കാരണം, പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. ഇത് 2 അർദ്ധഗോളങ്ങളിലും ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ്, രാത്രിക്കും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഓക്കെ.
ഈ ദിനങ്ങളെ വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇതിനെയാണ് നമ്മൾ വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ, ഇംഗ്ലീഷിൽ ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. എന്താണ് പ്രത്യേകത? പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. എവിടെ? ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും തുല്യമാണ്. ദിനരാത്രങ്ങൾ, പകലും രാത്രിയുടെയും ദൈർഘ്യം തുല്യമാണ്. ഇതിനെ നമ്മൾ ഇക്വിനോക്സ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? മാർച്ച് 21 വസന്ത വിഷുവം. എടുത്തു പറയുകയാണെങ്കിൽ മാർച്ച് 21 ഏതാണ്? വസന്ത വിഷുവമാണ് കേട്ടോ. മാർച്ച് 21 വസന്ത വിഷുവം. ഇംഗ്ലീഷിൽ എന്ത് പറയും? സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയും. സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയും. വസന്ത വിഷുവം, സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയും. സെപ്റ്റംബർ 23-നെ നമ്മൾ ശരത് വിഷുവം എന്നാണ് പറയുന്നത്. ശരത് വിഷുവം. ശരത് വിഷുവത്തിന് നമ്മൾ എന്ത് പറയുന്നു? ഓട്ടണൽ ഇക്വിനോക്സ് എന്ന് പറയുന്നു. ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? നമ്മൾ മറന്നു പോവാതിരിക്കാൻ നോക്കടാ. ശരത്ത്, ഷാസ്, നിങ്ങളൊന്ന് കണക്ട് ചെയ്യൂ. സെപ്റ്റംബർ ആണെങ്കിൽ എസ്, സെപ്റ്റംബർ ശരത്ത്, അങ്ങനെയുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യൂ. എസ്. അപ്പൊ സെപ്റ്റംബറും ശരത്ത്. അപ്പം സെപ്റ്റംബർ 23 ശരത് വിഷുവം, ഇംഗ്ലീഷ് ഓട്ടണൽ ഇക്വിനോക്സ് എന്നും. ഇനി മാർച്ച് 21 വസന്ത വിഷുവം അഥവാ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നും പറയുന്നു. ക്ലിയർ അല്ലേ? ശരി, നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ട്? അയനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ ഡേറ്റ് എടുത്ത് പറയുന്നു. 2 ഡേറ്റുകൾ നമ്മൾ പറഞ്ഞു. മാർച്ച് 21, സെപ്റ്റംബർ 23. മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും രണ്ടിടത്തും ദിനങ്ങളുടെ എന്താണ് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം 2 അർദ്ധഗോളങ്ങളിൽ തുല്യമാണ് എന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്രങ്ങൾ, ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നു. ഇനി എടുത്തു പറയുകയാണെങ്കിൽ മാർച്ച് 21-നെ നമ്മൾ സ്പ്രിംഗ് ഇക്വിനോക്സ് അഥവാ വസന്ത വിഷുവമെന്നും സെപ്റ്റംബർ 23-നെ ശരത് വിഷുവം എന്നാണ് പറയുന്നത്. മാർച്ച് 21 വസന്ത വിഷുവം, സെപ്റ്റംബർ 23 ശരത് വിഷുവം അഥവാ ഓട്ടണൽ ഇക്വിനോക്സ് എന്നും പറയുന്നു. അപ്പൊ ഇവിടെ പഠിച്ചത് 3 പോയിന്റ് ആണ്. ഓരോ പേജ് മാറ്റുമ്പോഴും നിങ്ങൾ പഠിച്ച പോയിന്റുകൾ നിങ്ങൾ SCRT ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് പോയാൽ നിങ്ങൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എന്ത്? നിങ്ങളുടെ റിവിഷന്. അപ്പം ഓരോ സ്ലൈഡ് മാറ്റുമ്പോഴും ആ സ്ലൈഡിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു അത് മാത്രം നിങ്ങളൊന്ന് പോയിന്റ് ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിഞ്ഞൂടെങ്കിലും പോയിന്റ് ചെയ്ത് പോയാൽ റിവിഷന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനിയും പറയുന്നത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാണ്. ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യന്റെ സ്ഥാനം മാറുന്നതായി അനുഭവപ്പെടുന്നു. അപ്പം ഉത്തരായന ദക്ഷിണായന രേഖ മാറുന്നതായി അനുഭവപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും പരിക്രമണവും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഫാക്ട് എന്താണ് പറയുന്നത്? ഫാക്ട് ഇത്രേ പറയുന്നുള്ളൂ. ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യന്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. എന്താണ് റീസൺ? യഥാർത്ഥത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും പരിക്രമണവും കാരണമാണ് നമുക്കിത് അനുഭവപ്പെടുന്നത്. അപ്പൊ ആ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പിക്ചറാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ തോന്നാനുള്ള റീസൺ അല്ലെങ്കിൽ അങ്ങനെ അനുഭവപ്പെടാനുള്ള കാരണം ചോദിക്കാം. അത് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും പരിക്രമണവുമാണ്. റെവല്യൂഷനും പിന്നെ അച്ചുതണ്ടിന്റെ 23.5 ഡിഗ്രി ഉള്ള ചരിവും കാരണമാണ് എന്നത് ഓർക്കുക. ഇനിയും നേരത്തെ പറഞ്ഞു അല്ലെ, അയനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് വിഷുവം വന്നു. അടുത്ത ഗ്രീഷ്മ അയനാന്ത ദിനം എന്താണെന്ന് നോക്കാം. സമ്മർ സോൾസ്റ്റൈസ്. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ, ഉത്തരാർദ്ധഗോളമാണ്, ദക്ഷിണാർദ്ധമല്ല, ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഈ പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ നിൽക്കുന്നത് ഉത്തരായന രേഖ ഭാഗത്താണ്. നിങ്ങൾക്ക് ഇതിലൂടെ കാണാം. ഇവിടെ എന്താണ് പറയുന്ന ഫാക്ട്? ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ആ കാലയളവില് ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എവിടെയാണ്? വടക്കോട്ട് ഉത്തരാർദ്ധ രേഖ വരെയാണ്. ഇതിന്റെ ഫലമായി ജൂൺ 21-ന് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും, ശ്രദ്ധിക്കുക, ജൂൺ 21-ന്റെ പ്രത്യേകത എന്താണ്?
ഉത്തരാർദ്ധഗോളത്തിലാണ് ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. അപ്പം ഈ ജൂൺ 21 പകലിന്റെ ദൈർഘ്യം കൂടുതലാണ് അല്ലെ, ഏറ്റവും ദൈർഘ്യം കൂടുതലാണ്. രാത്രിയുടെ ആണെങ്കിലോ രാത്രിയുടെ ദൈർഘ്യം കുറവ്. ഓർത്തു വയ്ക്കുക, ജൂൺ 21 ഉത്തരായന രേഖയിലെ പ്രത്യേകത എന്താണ്? പകലിന്റെ ദൈർഘ്യം കൂടുതലാണ്, രാത്രിയുടെ ദൈർഘ്യം കുറവാണ്. ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, ഈ ദിവസം ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. അപ്പം ഈ ഒരു ദിവസത്തെ ജൂൺ 21 എന്ത് പറയുന്നു? ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാണ്. എന്താണ് നമ്മൾ ഒന്നുകൂടി പറയും, നോക്കടാ. ഈ പിക്ചറിൽ നമ്മൾ കണ്ടത് എന്താണ്? 2 ഡേറ്റുകൾ കണ്ടു അല്ലെ, ജൂൺ 21 മാർച്ച് 21 സൂര്യൻ ഉത്തരായന രേഖാസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇതാണ്, ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഇതിന്റെ ഫലമായി ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും, അതായത് ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസത്തെ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. അപ്പൊ ഇതിനെ എന്ത് നമ്മൾ പറയുന്നു? ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നു. ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് അറിയപ്പെടുന്നു. എന്താണ് പ്രത്യേകത? ജൂൺ 21 പ്രത്യേകത പറയൂ. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും. സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം, ഓരോ പോയിന്റ് ഓർത്തു വയ്ക്കാം. ഇനിയും മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകൽ വെളിച്ചം നടക്കുന്നു. അപ്പം മാർച്ചിൽ പോവാണ്, ഇവിടെ നിന്ന് മൂവ് ചെയ്യും. മാർച്ചിൽ ഇവിടം വരെ പോവും, അത് ഉത്തരായന രേഖയാണ്. മാർച്ച് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ വരെ, മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ ഓർത്ത് വയ്ക്കുക വരെയുള്ള 6 മാസക്കാലം. 6 മാസം അതും കൂടെ ശ്രദ്ധിക്കുക. 6 മാസം എന്താണ്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം അങ്ങോട്ട് അല്ലെ, സൂര്യന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ട് തന്നെ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ, ഇവിടെയുള്ള ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസത്തോളം എന്ത് തന്നെയായിരിക്കും? വെളിച്ചം, പകൽ തന്നെയായിരിക്കും, പകൽ വെളിച്ചമുണ്ടാകും. ഓർത്തു വയ്ക്കുക, മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ 6 മാസം എവിടെ? ഉത്തരാർദ്ധഗോളത്തിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം കൊണ്ട് മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഈ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസത്തോളം പകൽ വെളിച്ചം ഉണ്ടാകുമെന്നത് ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ പകൽ വെളിച്ചമാണെങ്കിൽ ഇവിടെ ഇരുട്ടായിരിക്കും എന്നുള്ളതും കൂടി നിങ്ങൾ കണക്ട് ചെയ്തോണം. ഇനിയും സൂര്യന്റെ ചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഭൂമിക്കും ചന്ദ്രനും സമാനമായി സൂര്യനും 2 ചലനങ്ങളുണ്ട്. പ്രിസിഷൻ പറഞ്ഞു. അത് കൂടാതെ പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിൽ വരുന്ന ആ 2 ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവുമാണ് അല്ലെ. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ 27 ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കും. എന്നാൽ 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥം നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത്. വേണമെങ്കിൽ എക്സ്ട്രാ ഫാക്റ്റ് ആയിട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ഒക്കെ നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് പോയിന്റുകൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റില് ഇവിടെ പറയുന്നുണ്ട് 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയുധം നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിന്റെ മിൽക്കി വേ അല്ലെ, ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത്. ആ ഡേറ്റുകളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ജൂൺ 21 വിവിധ അക്ഷാംശ രേഖകളിൽ പകലിന്റെ ദൈർഘ്യമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം ഏറ്റവും കൂടുതലും രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും കുറവും ഹ്രസ്വമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ബേസിസിൽ ഓരോ സ്ഥലത്തെയും വെച്ചിട്ടാണ് പറയുന്നത്. എവിടെയാണ്? ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ജൂൺ 21 കാര്യമാണ് പറയുന്നത്. ജൂൺ 20 ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ അക്ഷാംശ രേഖകൾ നോക്കാം. അപ്പം അക്ഷാംശം എന്ന് പറയുന്നത് എന്താണ്? ലാറ്റിറ്റ്യൂഡാണേ. ലാറ്റിറ്റ്യൂഡ് ഇവിടെ നോക്കണം. ഈ ഒരു പിക്ചറിൽ 90 ഡിഗ്രി വടക്ക് നോർത്തിൽ 24 മണിക്കൂറാണ് പകലിന്റെ ദൈർഘ്യം. ഓക്കെ, ഇനി എപ്പോഴാണ്? ജൂൺ 21 കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഈ ഭാഗത്താണെങ്കിലോ പകലിന്റെ ദൈർഘ്യം 24 മണിക്കൂർ. ഇനി 23 വടക്കാണ്. ഇവിടെയാണെങ്കിലോ ഇവിടെ 13 മണിക്കൂർ 27 മിനിറ്റ് ആണ്. ഏറ്റവും ലെങ്തി ആയിട്ടുള്ള എന്താണ്? പകൽ ദൈർഘ്യമാണ്. ഇനി 0 ഡിഗ്രിയിൽ 12 മണിക്കൂർ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? ഇത് 62.5 സൗത്ത് ആണ്.
ഇവിടെ 10 മണിക്കൂർ 33 മിനിറ്റ് ആണ്. ഓക്കെ, ഇവിടെയാണെങ്കിലോ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. പകലിൻ്റെ ദൈർഘ്യം ഇല്ല, ഫുൾ ഇരുട്ടാണ്, ഫുൾ രാത്രിയാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതിനാണ് ഈ ഒരു പിക്ചർ പറഞ്ഞത്. അപ്പം നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് ആണ്, നമുക്കറിയാം. ഇതാണ് ഇക്വേറ്റർ, ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇതെന്താണ് ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ, പിന്നെ നമുക്ക് സൗത്ത് പോളും നോർത്ത് പോളും അല്ലെ, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പം ഇവിടെ എന്താണ് പകലിൻ്റെ ദൈർഘ്യം എങ്ങനെ ഇരിക്കും, എപ്പോൾ ഗ്രീഷ്മ അയനാന്തത്ത്, അത് ജൂൺ 21 പകലിൻ്റെ ദൈർഘ്യത്തിൻ്റെ ഒരളവ് വെച്ചിട്ടുള്ള ഒരു ചാർട്ടാണ് സ്കൂൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് 2 ചോദ്യങ്ങൾ, ടെക്സ്റ്റ് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ, അതായത് ജൂൺ 21 ദക്ഷിണാർദ്ധഗോളത്തിലെ പകലിൻ്റെ ദൈർഘ്യം എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? എന്താണ് ഉത്തരായന രേഖയിലാണ് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത്. ജൂൺ 20 ദക്ഷിണാർദ്ധഗോളത്തിലെ പകലിന്റെ ദൈർഘ്യം എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം കുറവായിരിക്കും അല്ലേ, കാര്യം ഉത്തരാർദ്ധഗോളത്തിൽ കൂടുതലാണ്. കാര്യം 21 ഉത്തരായന രേഖയിലാണ് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് എന്ന് ഓർക്കാം. ഇനി അടുത്തത്, ഉത്തരാർദ്ധഗോളത്തിലെ ധ്രുവപ്രദേശത്ത് 6 മാസക്കാലം പകലായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ കാലയളവിൽ ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളുടെ രാത്രിയുടെ ദൈർഘ്യം എപ്രകാരമായിരിക്കും? അപ്പം ഇവിടെ ഉത്തരാർദ്ധഗോളത്തിൽ ധ്രുവപ്രദേശത്ത് 6 മാസം പകലായിരിക്കുമെങ്കിൽ ആ 6 മാസം ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ഇരുട്ടായിരിക്കും. അതായത് ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം ഭൂമധ്യരേഖയിലെ 12 മണിക്കൂറിൽ നിന്നും 23.5 ഡിഗ്രി തെക്ക് എത്തുമ്പോൾ 10 മണിക്കൂർ 33 മിനിറ്റ് ആകുന്നതും, തുടർന്ന് 66 തെക്കില് 90 ഡിഗ്രി തെക്കിലും പകൽ വെളിച്ചം ഇല്ലാത്ത അവസ്ഥയുമാണ് ഉണ്ടാകുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ചാർട്ടിനെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ആൻസർ ഫോമിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം ഉള്ളൂ. ഇനി നമ്മൾ പറയുന്നത് ശൈത്യ അയനാന്ത ദിനം എന്താണ്? ശൈത്യ അയനാന്ത ദിനം എന്താണ്? ഇപ്പൊ നിങ്ങളിവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കാണാം സൂര്യൻ ഇക്വേറ്റർ കഴിഞ്ഞിട്ട് താഴോട്ടാണ് അല്ലെ, ദക്ഷിണായന രേഖയുടെ ഭാഗത്താണ്. അപ്പൊ ഡേറ്റുകൾ ഇവിടെ 2 എണ്ണം പറയുന്നുണ്ട്, ശ്രദ്ധിക്കൂ. സെപ്റ്റംബർ 23 ഡിസംബർ 22, 2 ഡേറ്റുകൾ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്നും സെപ്റ്റംബർ 23 മുതൽ ദക്ഷിണ ദിശയിലേക്ക് നീങ്ങുന്നതും ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ എത്തുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് കാണാൻ സാധിക്കുന്നത്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം, സൂര്യന്റെ പൊസിഷൻ. ഇവിടെ ഭൂമധ്യരേഖയിൽ നിന്നും സെപ്റ്റംബർ 23, ഇവിടെ സെപ്റ്റംബർ 23 മുതൽ താഴോട്ടാണ് ദക്ഷിണായന ദിശയിലേക്ക് നീങ്ങുന്നതും ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. സെപ്റ്റംബർ 23 ഇവിടെ നിന്ന് തിരിച്ച് ഡിസംബർ 22 ആകുമ്പോൾ അത് ദക്ഷിണായന രേഖയിൽ എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്ഥാനമാറ്റം, സൂര്യന്റെ സ്ഥാനമാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നോക്കാം, ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ്. ഓർക്കുക, ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 23 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം തെക്കോട്ട് ഇവിടെയാണ്. ഇവിടെ നിന്ന് സെപ്റ്റംബർ 23 തുടങ്ങി ഡിസംബർ 22 ആവുമ്പം എവിടെ എത്തും? ദക്ഷിണായന രേഖയിൽ എത്തും. ഇതിന്റെ ഫലമായി ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഇവിടെ ഈ ഭാഗം ഇവിടെ എന്താണ് സംഭവിക്കുന്നു? ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. ഇനി എന്ത് പറയുന്നു? ശൈത്യ അയനാന്ത ദിനം. ഓക്കെ, നമ്മൾ നേരത്തെ ഗ്രീഷ്മ അയനാന്ത ദിനമാണ് പറഞ്ഞത്, ജൂൺ 21. ഇപ്പോൾ പറയുന്നത് ശൈത്യ അയനാന്ത ദിനമാണ്, ഡിസംബർ 22. ആ സമയത്ത് ദക്ഷിണായന രേഖയിലായിരിക്കും സൂര്യന്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണായന രേഖയിൽ പകലിന്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും. ഇതിനെ നമ്മൾ ശൈത്യ അയനാന്ത ദിനം എന്ന് പറയുന്നു. ഓർത്തു വെക്കുക. സെപ്റ്റംബർ 23 സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഇവിടെ പോയിന്റ് ഉണ്ട് അല്ലേ? എന്താണ്? സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം എങ്ങോട്ടാണ്? ദക്ഷിണാർദ്ധ ഗോളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി ഇരുട്ടായിരിക്കും. ഇവിടെ സൂര്യൻ ഉള്ളത് കൊണ്ട് ഇവിടെ പകലായിരിക്കും.
ഇവിടെ ഇരുട്ടായിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അടുത്തത് ധ്രുവദീപ്തി എന്താണ് അഥവാ അറോറ എന്താണ് എന്നാണ് പറയുന്നത്. ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാതകങ്ങൾ ഉണ്ടാകുന്നു സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി. അപ്പം ധ്രുവപ്രദേശങ്ങൾ പോളാർ റീജിയൻസ് ആണ് അല്ലെ. ശൈത്യകാലത്തിൽ എന്ത് സംഭവിക്കുന്നു? ശക്തമായ സൗരവാതങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഈ സമയത്ത് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന, നിങ്ങൾക്ക് പിക്ചറിൽ കാണാം അല്ലേ, ഒരു സംഭവത്തെയാണ് നമ്മൾ ധ്രുവദീപ്തി അഥവാ അറോറ പ്രതിഭാസത്തെ. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ അറോറ ഓസ്ട്രാലിസ് എന്നും വിളിക്കുന്നു. ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് 3 പോയിന്റാണ് പഠിക്കാനുള്ളത്. എന്താണ് ധ്രുവദീപ്തി അല്ലെങ്കിൽ ധ്രുവദീപ്തി എന്ന പ്രതിഭാസത്തിന് കാരണം എന്താണ്? ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാതകങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴ് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പം ധ്രുവപ്രദേശത്താണ് ഇത് ഉണ്ടാകുന്നത്, ശൈത്യകാലത്താണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ശക്തമായ സൗരവാതകങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി അഥവാ അറോറ. ഇനി ഇതിനെ ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ നോർത്തിൽ എന്തറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, നോർത്തിൽ ഇതിനെ അറോറ ബോറിയാലിസ്, ബോറിയാലിസ് എന്നും, ഇനി ദക്ഷിണ ധ്രുവ വിഭാഗങ്ങളിൽ അറോറ ഓസ്ട്രാലിസ് എന്നും അറിയപ്പെടും. എവിടെയാണ് ഓസ്ട്രാലിസ്? സൗത്തിൽ. ഓസ്ട്രാലിസ് സൗത്ത് അങ്ങനെ ഓർത്തു വയ്ക്കുക. അപ്പൊ ധ്രുവദീപ്തി എന്താണ്? ധ്രുവദീപ്തിയുടെ കാരണം എവിടെയാണ് ഉണ്ടാകുന്നത്? ധ്രുവപ്രദേശത്താണ്. ഏത് സമയത്താണ്? ശൈത്യകാലങ്ങളിലാണ്. എന്താണ്? ശക്തമായ സൗരവാതകങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ധ്രുവദീപ്തി അഥവാ അറോറ ഫോം ചെയ്യുന്നത്. നോർത്തിൽ ഇത് ഫോം ചെയ്യുമ്പോൾ ഇതിനെ അറോറ ബോറിയാലിസ് എന്നും സൗത്തിൽ അറോറ ഓസ്ട്രാലിസ് എന്നുമാണ് ഇത് അറിയപ്പെടുന്നത്. അല്ലെ, മനോഹരമായ ഒരു കാഴ്ച. ഇനി നമ്മൾ നോക്കുന്നത് ശൈത്യ അയനാന്ത ദിനത്തിൽ അഥവാ ഡിസംബർ 22-ന് വിവിധ അക്ഷാംശ രേഖകളിലെ പകലിന്റെ ദൈർഘ്യം നമ്മൾ നേരത്തെ നോക്കിയില്ലേ ചാർട്ട്. അപ്പൊ ഈ ചാർട്ടും കൂടി നോക്കാം. ഇവിടെ നമുക്ക് ഇക്വേറ്റർ ആണ് കേട്ടോ. നോക്കടാ, അക്ഷാംശ രേഖയാണ്, ലാറ്റിറ്റ്യൂഡ്സ് ആണ്. പകലിന്റെ ദൈർഘ്യം 90 ഡിഗ്രി വടക്കാണ് എങ്കിൽ ഇല്ല അല്ലേ. ഇപ്പൊ സൂര്യൻ എവിടെയാണ്? ദക്ഷിണായന രേഖയിലാണ്. സോ ഇവിടെ ഇരുട്ടാണ്. 66-യിലും ഇവിടെയും എന്ത് തന്നെയാണ് അവസ്ഥ? ഇരുട്ടാണ്. ഇനി ഇവിടെ വരുമ്പോൾ 10 മണിക്കൂർ 3 മിനിറ്റ് മാത്രമാണ് പകലിന്റെ ദൈർഘ്യം. അപ്പം ഉത്തരാർദ്ധഗോളത്തിൽ എപ്പോ ശൈത്യ അയനാന്ത ദിനത്തിൽ ഡിസംബർ 22-ന് പകലിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 10 മണിക്കൂർ 33 മിനിറ്റ് ആണ്. ഇനി ഇക്വേറ്ററിലാണെങ്കിലോ ഭൂമധ്യരേഖയിൽ ഇത് 12 മണിക്കൂറാണ് ഭൂമധ്യരേഖയിൽ. ഇനി തെക്കിലാണെങ്കിൽ നോക്കടാ, ഇവിടെ അപ്പൊ ഏറ്റവും നീളം കൂടിയ പകൽ അല്ലെ, എത്രയാണ്? 13 മണിക്കൂർ 27 മിനിറ്റ് ആണ്. ഓക്കെ, ഇനിയും 24 മണിക്കൂറും എന്ത് തന്നെയാണ്? ഈ തെക്ക് 66 ഡിഗ്രി തെക്കിലും 90 ഡിഗ്രി തെക്കിലും 24 മണിക്കൂറും പകലാണ്. എപ്പോൾ? ശൈത്യ അയനാന്ത ദിനമായ ഡിസംബർ 22. 6 മാസത്തിലെ കാലമാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ സൂര്യൻ നിൽക്കുന്ന സ്ഥാനമാറ്റം എവിടെയാണ്? അത് ദക്ഷിണായന രേഖയിലാണ് എന്നത് ഓർക്കുക. ഇനിയും ഉത്തരായണം ദക്ഷിണായനം എന്താണെന്ന് നോക്കാം. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും 23.5 ഡിഗ്രി തെക്ക് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായണമെന്നും, ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന്, അപ്പം ഇവിടെ ഉത്തരായണം എന്താണെന്നാണ് പറഞ്ഞത്. എന്താണ് ഉത്തരായണം? ശൈത്യ അയനാന്തത്തെ തുടർന്ന്, ശൈത്യം താഴെയാണ്, സൗത്തിലാണ് കേട്ടോ. തുടർന്ന് ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും 23.5 തെക്ക് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായണമെന്നും, അപ്പൊ ഇവിടത്തുള്ള ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്തരായണമെന്നും. ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ജൂൺ 21 ഉത്തരായന രേഖയിൽ നിന്നും 23.5 ഡിഗ്രി വടക്ക് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ദക്ഷിണായനമെന്നും പറയുന്നു. അപ്പം ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും 23.5 തെക്ക് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ശൈത്യ അയനാന്തത്തിൽ ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് ഡിസംബർ 22-ന് എന്ത് സംഭവിക്കുന്നു? ദക്ഷിണായന രേഖയിൽ നിന്നും, ഇതാണ് ദക്ഷിണായന രേഖ അല്ലെ, 23.5 ഡിഗ്രി സൗത്ത് നിന്നും
ഉത്തരായന രേഖയിലേക്കുള്ള ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെ നമ്മൾ എന്ത് പറയുന്നു? ഉത്തരായനമെന്നും. ഇത് ശൈത്യ അയനാന്തത്തിലാണ്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഉത്തരായനം എന്ന് പറയുന്നു. ഉത്തരായനം. ഇനി തിരിച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് വീണ്ടും ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന്, അതായത് ഗ്രീഷ്മ അയനാന്തം എന്ന് പറയുന്നത് ജൂൺ 21 അല്ലെ? ശൈത്യ അയനാന്തം ഡിസംബർ 22, ഗ്രീഷ്മ അയനാന്തം ജൂൺ 21. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഗ്രീഷ്മ അയനാന്തത്തെ തുടർന്ന് ജൂൺ 21 ഉത്തരായണ രേഖയിൽ നിന്നും, ഇത് ഇക്വേറ്റർ 23.5 ഡിഗ്രി നോർത്ത്, ഇതിൽ നിന്നും ഉത്തരായണ രേഖയിൽ നിന്നും 23.5 ഡിഗ്രി വടക്ക്, അതായത് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ മൂവ്മെന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദക്ഷിണായനം എന്നും പറയുന്നു. അപ്പം ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെ ഉത്തരായനമെന്നും ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെ നമ്മൾ ദക്ഷിണായനമെന്നും പറയുന്നു. ഒന്നുകൂടി പറയാം. ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ ദക്ഷിണായനം എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്തരായനം എന്ന് പറയുന്നത്. അപ്പൊ ശൈത്യ അയനാന്തം ഇവിടെ എന്താണ്? ഗ്രീഷ്മ അയനാന്തം. ശൈത്യ അയനാന്തം എന്നാണ്? ഡിസംബർ 22. ഗ്രീഷ്മ അയനാന്തം എന്നാണ്? അത് ജൂൺ 21. അപ്പം ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സൂര്യന്റെ ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് അതുകൊണ്ടുണ്ടാകുന്ന പകൽ രാത്രി ദൈർഘ്യത്തിലുള്ള വ്യത്യാസം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഉത്തരായനവും ദക്ഷിണായനവും കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ സ്കൂൾ ടെസ്റ്റിലെ ഒരു ചാർട്ടാണ്. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചാർട്ടാണ്. നോക്കാം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാണ്. അപ്പം സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്നു, ഉത്തരായന രേഖയിൽ വരുന്നു, ദക്ഷിണായന രേഖയിൽ വരുന്നു. ചാർട്ട് ജസ്റ്റ് പഠിക്കാം. ദിവസങ്ങളുടെ പ്രത്യേകത, ഓരോ ദിവസങ്ങളിലും പ്രധാനപ്പെട്ട 4 മാർച്ച് 21, സെപ്റ്റംബർ 23, ജൂൺ 21, ഡിസംബർ 24 ദിവസങ്ങൾ. പിന്നെ ദിനങ്ങളുടെ പ്രത്യേകത: വസന്ത വിഷുവം, ശരത് വിഷുവം, ഗ്രീഷ്മ അയനാന്ത ദിനം, ശൈത്യ അയനാന്ത ദിനം. പിന്നെ പകലിന്റെ രാത്രിയുടെ ദൈർഘ്യത്തെ കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. പകലിന്റെ ദൈർഘ്യം എന്താണ്, രാത്രിയുടെ ദൈർഘ്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എവിടെയെല്ലാം? ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും. അപ്പൊ ചാർട്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇനി 1 by 1 ആയിട്ട് നോക്കാം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയാണെന്ന് വിചാരിച്ചോ. ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്വേറ്റർ. ഇക്വേറ്ററിലായിരിക്കുമ്പോൾ ദിവസം ഏതൊക്കെ ദിവസമാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23. പ്രത്യേകത എന്താണ്? ദിനങ്ങൾ. മാർച്ച് 21 നമ്മൾ വസന്ത വിഷുവമെന്നും സെപ്റ്റംബർ 23 നമ്മൾ ശരത് വിഷുവമെന്നും പറയും. ഇവിടെ എന്താണ് പ്രത്യേകത? ഈ 2 ദിവസങ്ങളിലും പകലിന്റെ ദൈർഘ്യവും രാത്രിയുടെ ദൈർഘ്യവും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യമായിരിക്കും. ഓർക്കുക, ഭൂമധ്യരേഖയില് മാർച്ച് 21 സെപ്റ്റംബർ 23 ദിവസങ്ങൾ മാർച്ച് 21 വസന്ത വിഷുവമെന്നും സെപ്റ്റംബർ 23 ശരത് വിഷുവമെന്നും പറയുന്നു. ഓക്കെ. ഇവിടുത്തെ പ്രത്യേകത ഉത്തരാർദ്ധഗോളമായിക്കോട്ടെ ദക്ഷിണാർദ്ധഗോളമായിക്കോട്ടെ പകലിന്റെ ദൈർഘ്യവും രാത്രിയുടെ ദൈർഘ്യവും തുല്യമായിരിക്കുമെന്നത് ഓർക്കുക. ഇനിയും നമ്മൾ ഉത്തരായന രേഖയിലേക്ക് വന്നു. ഉത്തരായന രേഖ എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി നോർത്ത് അല്ലേ? എന്താണ് പ്രത്യേകത? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് നമ്മൾ പറയും. ജൂൺ 21 പറയുന്നത് ഗ്രീഷ്മ അയനാന്ത ദിനം. ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം. ഇവിടെ പ്രത്യേകത എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ പകലും ഏറ്റവും കുറവ് രാത്രിയും. എവിടെ? അപ്പോൾ ഉത്തരായന രേഖയാണ്. ജൂൺ 23 പ്രത്യേകത ഗ്രീഷ്മ അയനാന്ത ദിനമാണ്. പ്രത്യേകത ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ പകലും ഏറ്റവും കുറവ് രാത്രിയും. ദക്ഷിണാർദ്ധഗോളത്തിൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഏറ്റവും കുറവ് പകലും ഏറ്റവും കൂടുതൽ രാത്രിയും. ഓർക്കുക. ഇനിയും 23.5 ഡിഗ്രി സൗത്ത് ദക്ഷിണായന രേഖയാണ്. അവിടെ എന്താണ്? ദിവസം ഡിസംബർ 22 പേര് ശൈത്യ അയനാന്ത ദിനമെന്നാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കുറവ് പകലും ഏറ്റവും കൂടുതൽ രാത്രിയും, ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ പകലും ഏറ്റവും കുറവ് രാത്രിയും. അപ്പൊ ഈ ചാർട്ട് നിങ്ങൾ ഈ പാഠം കഴിഞ്ഞിട്ട് ഈ ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് വരച്ച് മനസ്സിലാക്കി വെക്കുക. ഈ 4 ഡേറ്റുകൾ മനസ്സിലാക്കുക. ഈ ഡേയ്സിന്റെ പ്രത്യേകത മനസ്സിലാക്കുക. ഉത്തരാർദ്ധഗോളത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. മാർച്ച് 21 സെപ്റ്റംബർ 23 ഉത്തരാർദ്ധഗോളമായിക്കോട്ടെ ദക്ഷിണാർദ്ധഗോളമായിക്കോട്ടെ പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും.
അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ടായിട്ടാണ് നോക്കിയത്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് മറ്റൊരു സെക്ഷനിൽ കാണാം. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം ഇതുവരെ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഓരോ സ്ലൈഡിലും വരുന്ന പോയിന്റുകൾ നോട്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, കൂടുതൽ ഇതുപോലത്തുള്ള സീരീസുകൾ കാണുന്നതിനായിട്ട് സഹകാരി റേസ് പ്ലസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്